പത്തനംതിട്ടയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി നീറ്റ് പരീക്ഷയ്ക്കെത്തിയ സംഭവത്തിൽ അക്ഷയ സെന്റർ ജീവനക്കാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടിക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് നൽകിയ നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മയാണ് പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ മറന്നുപോയതിനാലാണ് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചതെന്ന് ഗ്രീഷ്മ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, എന്തായാലും വേറെ രീതിയിലുള്ള വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചൊരു സംഭവം കൂടിയാണിത്. കാരണം നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റുമായി എത്തുന്ന സംഭവം, ഇവിടെ ഈ ജീവനക്കാരുടെ വിശദീകരണം പോലെ അവർ മൊഴി നൽകിയതുപോലെ ഈ നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ മറന്നുപോയതുകൊണ്ട് വ്യാജ ഹാൾ ടിക്കറ്റിൽ നിർമ്മിച്ചു നൽകി. ഈ മൊഴി അന്വേഷണ സംഘം വിശ്വസിക്കുന്നുണ്ടോ, അതോ അതിനപ്പുറം വലിയൊരു മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണോ സംശയം? ടോം, തീർച്ചയായിട്ടും പോലീസ് എന്തായാലും മൊഴി ഗ്രീഷ്മ പറഞ്ഞിരിക്കുന്നത് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകി എന്നുള്ളത് തന്നെയാണ് ഗ്രീഷ്മയുടെ മൊഴി. അത് അക്ഷയ സെന്ററിലെ ജീവനക്കാരിയാണ് ഗ്രീഷ്മ. പക്ഷേ ആ അന്വേഷണ സംഘം സംബന്ധിച്ച് ആ മൊഴി തന്നെ ഉണ്ടെങ്കിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ വിശദമായ ഒരു പരിശോധനയും അന്വേഷണം വേണമെന്നാണ് പോലീസിനുള്ളത്. കാരണം ഇത്രയും രഹസ്യ സ്വഭാവത്തോടു കൂടി വളരെ നടത്തുന്ന ഒരു പരീക്ഷയ്ക്ക് ഇത്തരത്തിലൊരു ക്രമക്കേട് നടത്തി എന്ന് പറയാൻ തന്നെ വലിയ ഒരു പോലീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയൊരു അന്വേഷണം നടത്തി കൃത്യമായി അതിന്റെ കാരണം കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷെ മൊഴി പ്രാഥമികമായി ഗ്രീഷ്മ നൽകിയിട്ടുള്ളത് തനിക്ക് അബദ്ധം പറ്റിയാണ്. അതായത് പ്രധാനമായും ഗ്രീഷ്മയും ഈ പത്തനംതിട്ടയിൽ പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിയുടെ അമ്മയും പരിചയക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട അപേക്ഷ അയക്കുന്നതിന് വേണ്ടിയാണ് അക്ഷയയിലെത്തി അതിന്റെ പണം 1800 രൂപയും കൊടുക്കുകയും ചെയ്തു. അത് അയക്കണം, പരീക്ഷയ്ക്ക് വേണ്ടി അയക്കണം എന്ന് പറയുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഈ ജീവനക്കാരി ഗ്രീഷ്മ ഇക്കാര്യം മറന്നുപോവുകയും ചെയ്തു. തുടർന്ന് ഈ കാര്യം മറച്ചുവെക്കാൻ വേണ്ടി കൃത്രിമമായ ഒരു ഹാൾ ടിക്കറ്റ് നിർമ്മിക്കുകയായിരുന്നു. അത് പ്രധാനമായും പൂവാർ സ്വദേശിയായ ഒരു വ്യക്തിയുടെ രേഖകൾ വെച്ചാണ് ഇത്തരത്തിൽ ഒരു പരീക്ഷ, പത്തനംതിട്ട തന്നെ ഒരു പരീക്ഷാ കേന്ദ്രത്തിന്റെ അഡ്രസ്സും വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു രേഖ ഹാൾ ടിക്കറ്റ് ഉണ്ടാക്കിയത്. എന്തായാലും പത്തനംതിട്ടയിലേക്ക് ദൂരെ കൂടുതലായതുകൊണ്ട് സ്വാഭാവികം ഇവർ നീറ്റ് പരീക്ഷ എഴുതാൻ എത്തില്ല എന്നൊരു വിശ്വാസമാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്. അത്തരത്തിൽ ഒരു വ്യാജ ഹാൾ ടിക്കറ്റ് ഉണ്ടാക്കിയാണ് ഈ നൽകിയത്. അതിനുശേഷമാണ് ഇന്നലെ പരീക്ഷ എഴുതാൻ എത്തുകയും സാധാരണഗതിയിൽ ഇവരുടെ സെന്റർ പത്തനംതിട്ടയിൽ തൈക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിൽ പോലും മറ്റൊരു സെന്ററാണ് അതിനകത്തുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ പരീക്ഷ ഇല്ല എന്ന് പറയുകയും ചെയ്തു. തുടർന്നാണ് അവിടുത്തെ ജീവനക്കാർ പറഞ്ഞതിനെ തുടർന്നാണ് തൈക്കാടിലേക്ക് ഈ അമ്മയും മകനും എത്തുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ഹാൾ ടിക്കറ്റിന്റെ വൈരുദ്ധ്യം മനസ്സിലാകുന്നത്. കാരണം പരമായും അഡ്രസ്സുകൾ തമ്മിലുള്ള പൊരുത്തക്കേട്, ഒപ്പം ഡിക്ലറേഷനുള്ള പൊരുത്തക്കേട്, ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇതിൽ ഹാൾ ടിക്കറ്റ് ക്രമക്കേടുണ്ട് എന്നുള്ളത് പരീക്ഷാ ഹാളിലെ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും പോലീസ് സ്ഥലത്തെത്തി ഈ വിദ്യാർത്ഥി കസ്റ്റഡിയെടുക്കുകയും ചെയ്തു. ആ വിദ്യാർത്ഥി നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ തിരുവനന്തപുരത്തിലെ അക്ഷയ കേന്ദ്രത്തിലെ ഈ ജീവനക്കാരിയിലേക്ക് അന്വേഷണം നടത്തുന്നത്. അവിടെ പോലീസ് ഇന്ന് രാവിലെ എത്തി വിശദമായി ചോദ്യം ചെയ്യുകയും പരിശോധന നടത്തുകയും ചെയ്തു. ഈ ഹാൾ ടിക്കറ്റ് തയ്യാറാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഹാർഡ് ഡിസ്കും ശശിനാരായണൻ, ഈ ജീവനക്കാരിയെ ഗ്രീഷ്മയെ ഈ അക്ഷയ സെന്ററിൽ എത്തിച്ച അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചതെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ? അതിനാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ? നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു മൊഴി നൽകിയിരിക്കുന്നത് മറ്റൊരു വിദ്യാർത്ഥിയുടെ രേഖകൾ ശ്രമിച്ചാണ് ഈ ഹാൾ ടിക്കറ്റ് തയ്യാറാക്കി എന്നുള്ളതാണ്. അതായത് പൂവാർ സ്വദേശിയായ വിദ്യാർത്ഥിക്ക് ഈ പത്തനംതിട്ടയിൽ തന്നെ ഒരു പരീക്ഷയുടെ സെന്റർ വെച്ചിട്ടാണ് ആ രേഖകൾ എടുത്താണ് ഈ പാറശാല സ്വദേശിയായ വിദ്യാർത്ഥിക്ക് നീറ്റ് പരീക്ഷ എക്സാം എഴുതാനുള്ള ഒരു ഹാൾ ടിക്കറ്റ് തയ്യാറാക്കിയത്. അത് കൃത്രിമം ചതച്ച രീതിയിൽ തന്നെ ഈ ബാർകോഡും മറ്റു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരുപാട് ആ കാര്യത്തിൽ ഈ ഗ്രീഷ്മ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കൂടി മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പെട്ടെന്ന് തന്നെ ഹാൾ ടിക്കറ്റ് ഒരു കൃത്രിമമുള്ളതാണെന്ന് ഈ പരീക്ഷാ ഹാളിൽ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായാലും ഈ ഗ്രീഷ്മ ഇത് പറയുമ്പോൾ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ്. കാരണം അത്രയും രഹസ്യസ്വമുള്ള ഒരു നീറ്റ് എക്സാം പോലുള്ള വളരെ സുരക്ഷയോടുകൂടി നടന്നൊരു പരീക്ഷയിൽ ഇത്തരം ഒരു ക്രമക്കേട് പത്തനംതിട്ടയിൽ മാത്രമാണോ, അതോ മറ്റു തരത്തിൽ എന്തെങ്കിലും ഇത്തരത്തിൽ നേരത്തെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ആ വഴിക്കൊരു അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. സുരക്ഷയുടെ കാര്യത്തിലും ഈ പരീക്ഷ നടത്തിപ്പിനുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇനിയും മറ്റാരെങ്കിലും ഇത്തരത്തിൽ കടന്നുകൂടി പരീക്ഷ എഴുതാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത്. എന്തായാലും ജീവനക്കാരുടെ വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരം നൽകിയത്. വ്യാജ ഹാൾ ടിക്കറ്റ് കേസിൽ അക്ഷയ സെന്റർ ജീവനക്കാരിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. ഈ ഹാൾ ടിക്കറ്റിന് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ മറന്നുപോയതുകൊണ്ട് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകിയെന്നാണ്
ഈ ജീവനക്കാരിയായിട്ടുള്ള ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞത്.